അനാലിസിസിനോടൊപ്പം ഇനി ഒരു ആക്ഷൻ കൂടിയാവാം ഉണ്ണി ബാലകൃഷ്ണൻ. പറയൂ. നമുക്ക് നേരെ തിരുവനന്തപുരത്തോട്ട് പോകാം. അവിടെ നല്ല അടി നടക്കുന്നുണ്ട്. നമുക്ക് അടിയുടെ വിഷ്വൽസ് കാണാം. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് UDYF-ന്റെ മാർച്ചിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നു. അവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. UDYF-ന്റെ മാർച്ചാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുറച്ചു നേരമായിട്ട് മാർച്ച് തുടരുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിൽക്കുകയായിരുന്നു. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടർമാരെ കൂടി കണക്ട് ചെയ്യണം. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? 1-2 റൗണ്ടുകൾ അവിടെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UDYF-ന്റെ സംയുക്ത പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ആ പ്രതിഷേധ മാർച്ച് വലിയ രീതിയിൽ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ് പ്രവർത്തകർ. ഇപ്പോൾ TV പ്രസാദ് അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, പല റൗണ്ട് എണ്ണിക്കഴിഞ്ഞു ഹരിയാനയിൽ. പക്ഷേ ഇവിടെ എത്ര റൗണ്ട് ജലം പ്രയോഗിച്ചു? എന്താണ് അവിടെ നടക്കുന്നത്? ഇവിടെ ആദ്യ റൗണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കണ്ട ദൃശ്യം ഒരു ജലപീരങ്കിക്ക് നേരെ കല്ല് വലിച്ചെറിയാൻ തുടങ്ങിയിരിക്കുന്നു. കൊടി കെട്ടിയ വടികളാണ് വലിച്ചെറിഞ്ഞത്. ആദ്യ റൗണ്ട് ജലപീരങ്കി കഴിഞ്ഞപ്പോൾ പ്രവർത്തകർ പിന്തിരിഞ്ഞോടുകയും ആ പ്രവർത്തകർ വീണ്ടും തിരിച്ച് ജലപീരങ്കിക്ക് നേരെ നീങ്ങുകയും ചെയ്യുന്നു. കയ്യിൽ കിട്ടിയതെല്ലാം പ്രവർത്തകർ ജലപീരങ്കിക്ക് നേരെ വലിച്ചെറിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർവഹിച്ചത്. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ സംഘടിതമായി ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമമുണ്ടായത്. നിയമസഭയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. നിയമസഭയിലേക്കുള്ള മാർച്ച് നിയമസഭയ്ക്ക് തൊട്ട് മുന്നിലാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത്. കൂടി നിൽക്കുന്ന പോലീസുകാർക്കിടയിലേക്കാണ് പ്രവർത്തകർ ഓരോന്നായി വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് ഒരു സംഘർഷ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കൊടികെട്ടിയ വടികളാണ് പ്രവർത്തകർ ജലപീരങ്കിക്ക് നേരെ വലിച്ചെറിയുന്നത്. നിരവധി പ്രവർത്തകർ, അതായത് യൂത്ത് ലീഗിൻ്റെ TV പ്രസാദ്, യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഒരുമിച്ച് പോലീസ് പറഞ്ഞോ ഇപ്പോൾ TV പ്രസാദ് കമ്പിട്ട് കുത്തുന്നത് കാണാം. പോലീസുകാരുമായി തർക്കിക്കുന്നത് കാണാം. യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരാണ് UDYF എന്ന പേരിൽ ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മാർച്ചിൽ കമ്പുപയോഗിച്ച പോലീസുകാരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പോലീസുകാരെ അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ബാരിക്കേഡിനപ്പുറത്ത് പോലീസുണ്ട്, ബാരിക്കേഡിനിപ്പുറത്ത് പ്രവർത്തകരുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോൾ ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവും നിന്ന് ഏറ്റുമുട്ടുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. UDYF പ്രവർത്തകർ ബാരിക്കേഡ് മറിക്കാൻ ഉന്തുന്നു. മറുഭാഗത്ത് നിന്ന് ബാരിക്കേഡ് മറിച്ചിടാതിരിക്കാൻ പോലീസ് ഉന്തുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത്. നിയമസഭ വീണ്ടും ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. 2ാം റൗണ്ട് ജലപീരങ്കിയാണ് ഇപ്പോൾ UDYF പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിയമസഭയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീണ്ടും നിയമസഭയുടെ മുന്നിൽ ജലപീരങ്കിയുടെ പ്രയോഗമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2ാം റൗണ്ട് ജലപീരങ്കി. പക്ഷേ അപ്പോഴും പ്രവർത്തകർ പിൻവാങ്ങുന്നില്ല. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDYF-ന്റെ പ്രവർത്തകർ നടത്തിയ മാർച്ച് ഇപ്പോൾ സംഘർഷഭരിതമായതിനെ തുടർന്ന് ഇപ്പോൾ എല്ലാവരും നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. 2ാമത്തെ ജലപീരങ്കിയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജലപീരങ്കി പ്രയോഗിക്കുന്നു. UDYF-ന്റെ പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ 2ാമത്തെ ജലപീരങ്കി പ്രയോഗത്തിലൂടെ അല്പം ക്ഷീണിതരായിട്ടുണ്ട് UDYF പ്രവർത്തകർ. പക്ഷേ അപ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമസഭയുടെ മുന്നിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ്.
ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമസഭയുടെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. നിയമസഭയുടെ മുന്നിൽ ഒരു ഭാഗത്ത് പോലീസുകാർ UDYF പ്രവർത്തകരെ പ്രതിരോധിക്കുന്നു, മറുഭാഗത്ത് UDF പ്രവർത്തകർ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. TV പ്രസാദോട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ TV പ്രസാദ് നമുക്കിപ്പം ചെന്നു. TV പ്രസാദ്, എന്താണ് പ്രതിഷേധക്കാരുടെ ഉദ്ദേശം? ബാരിക്കേഡ് മറികടന്ന് പോകലാണോ? അരുൺ, ഒരു സംഘർഷത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രയേറെ പ്രവർത്തകരുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മുദ്രാവാക്യം വിളിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ആദ്യ റൗണ്ട് ജലപീരങ്കി പിരിഞ്ഞു പോയില്ല. രണ്ടാം റൗണ്ട് ജലപീരങ്കി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ജലപീരങ്കിക്ക് നേരെ എറിയുന്നു, പോലീസിന് നേരെ എറിയുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉറപ്പാണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. സാധാരണ വലിയ കേന്ദ്രീകരിച്ച മാർച്ചുകൾ ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകാറില്ല. ഇതിപ്പോൾ വലിയ എണ്ണത്തിലുള്ള ആളുകളുണ്ട് എന്നതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്തിരിഞ്ഞോടുന്ന പ്രവർത്തകർ കൂട്ടം കൂട്ടമായി തിരിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്ക് ആരും പിന്തിരിഞ്ഞോടുന്നുള്ള പ്രവർത്തകരെല്ലാം ജലപീരങ്കിക്ക് ശേഷം തിരിച്ചു വരുന്നതാണ് കാണുന്നത്. പ്രവർത്തകർ തിരിച്ച് ആ ബാരിക്കേഡിനടുത്തേക്ക് തന്നെ വരുന്നതാണ് കാണുന്നത്. മുദ്രാവാക്യം വിളികളുമായി മുദ്രാവാക്യം വിളിക്കുന്നു, ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തുന്നു. പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ സാധ്യത എന്തായാലും ഉണ്ടാകും. കാരണം അത്രയേറെ വലിയ സമരക്കാരുടെ ഒരു ബഹളം തന്നെയാണ് ഇവിടെ ഉള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട്, RYF പ്രവർത്തകരുണ്ട്. അങ്ങനെ UDYFിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് സഭയിൽ കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ അംഗങ്ങൾ ഉയർത്തുമ്പോൾ, മറുഭാഗത്ത് നിയമസഭയ്ക്ക് പുറത്ത് UDYFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അതിരൂക്ഷമായ മുദ്രാവാക്യം മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും സർക്കാരിനെതിരെയും മുഴക്കുകയാണ്. ഇവിടെ പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമം, മൂന്നാം ഘട്ട ജലപീരങ്കി അല്പസമയത്തിനകം ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അംഗപരിമിതർ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി അണിനിരക്കുന്നത് എന്നതാണ്. അടുത്ത മൂന്നാം റൗണ്ട് ജലപീരങ്കിയിലേക്ക് കടക്കുകയാണ് അരുൺ. മൂന്നാം റൗണ്ട് ജലപീരങ്കി അടുത്ത ഘട്ടത്തിൽ സ്വാഭാവികമായി ഗ്രനേഡ്, കണ്ണീർവാതകം തുടങ്ങിയ നടപടിയിലേക്ക് പോലീസ് കടക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ജലപീരങ്കി മൂന്നാമത് റൗണ്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. ഹരിയാനയിൽ 11 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭയുടെ മുന്നിൽ മൂന്നാം റൗണ്ട് ജലപീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ, RYFിൻ്റെ അടക്കം UDYF പ്രവർത്തകരാണ്. സ്വാഭാവികമായി ഇനിയിപ്പോൾ നാലാമതും അഞ്ചാമതും ആറാമതും അടിക്കാൻ ഒരുപക്ഷെ വെള്ളമുണ്ടായേക്കാം. അത് വെള്ളം പറ്റുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും എന്നതാണോ UDYFിൻ്റെ നിലപാടെന്നറിയില്ല. വെള്ളം ഗ്രനേഡ് പ്രയോഗമാണ്. പ്രയോഗത്തിലേക്ക് വീണ്ടും സംഭവം ഗുരുതരമാകും. അതല്ലെങ്കിൽ കണ്ണീർവാതക ഷെല്ല് പ്രയോഗിക്കുകയാണ് പോലീസ്. ഇനിയിപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും എന്നതാണ്.